നമസ്തേ. എന്നെ ഫോളോ ചെയ്ത് യോഗാസനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശിഥിലീകരണ വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഒരു 3 ശിഥിലീകരണ വ്യായാമങ്ങൾ അഡീഷണലായിട്ട് ഞാൻ എന്നിട്ട് പരിചയപ്പെടുത്താൻ പോവാണ്. ചെയ്ത് കാണിച്ചു തരാം. സിമ്പിളാണ്. അതിനനുസരിച്ച് ചെയ്താൽ മതി. ശരീരത്തെ മുഴുവനൊന്ന് പാകപ്പെടുത്താൻ വേണ്ടിയിട്ട്. കഴിയുന്നത് മുട്ടും മടങ്ങാതെ കാല് വശങ്ങളിലേക്ക് കൊണ്ടുപോകണം. നേരെ ആയിരിക്കണം നമ്മുടെ നട്ടൽ. ഇത് എത്ര തവണ ചെയ്യാൻ പറ്റുമോ അത്ര തവണ ചെയ്യുക. മറ്റു പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടാമത്തെ നോക്കുക. ഇത് ചെയ്യുമ്പോൾ കൈമുട്ട് വളയാതെ നോക്കണം. കൈവിരലുകൾ ചേർന്ന് നിൽക്കണം. കൈ ഷോൾഡർ ലെവലിൽ പൊക്കുക. മൂന്നാമത്തേത് ഇതുപോലെ തന്നെ ചാടിക്കൊണ്ട് തന്നെയാണ്. ഈ 3 ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. കൈമോളിൽ കൊട്ടുമ്പോൾ ശക്തിക്ക് കൊട്ടുക, താഴെ നമ്മുടെ മസിലിനും കൊണ്ട് അടിക്കുക. ഈ 3 ശിഥിലീകരണ വ്യായാമം കൂടെ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നോക്കുക. ശിഥിലീകരണ വ്യായാമം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആകെ ഒരു ചൂടുണ്ടാവും. ചില ആൾക്കാർക്ക് കിതപ്പുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ അതൊന്ന് ഒതുങ്ങിയതിന് ശേഷം അത്രയും സമയം നമ്മൾ ശവാസനത്തിൽ അല്ലെങ്കിൽ വിശ്രമാസനത്തിൽ കിടക്കുകയാണ് വേണ്ടത്. ശരീരം ഒന്ന് തണുത്തതിന് ശേഷം, പൂർണ്ണമായിട്ട് തണുക്കാനല്ല, ഒരു അല്പം കിതപ്പെല്ലാം ഒന്ന് മാറിയതിന് ശേഷം വേണം നമ്മൾ യോഗാസനത്തിലേക്ക് പ്രവേശിക്കാനെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുക. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാദഹസ്താസനം. അപ്പോൾ അത് മുമ്പത്തെ പോലെ തന്നെ ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് 1 by 1 പറഞ്ഞുകൊണ്ട് രണ്ടാമതും ഒന്ന് കാണിച്ചു തരാം. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി പറഞ്ഞുകൊണ്ട് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് കൈ നല്ല പൊക്കുക. പുറകോട്ട് എത്രത്തോളം വളയാൻ പറ്റുമോ അത്രത്തോളം വളയുക. ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗം മുതൽ മുന്നോട്ട് വളയുക. കൈകൾ രണ്ടും നമ്മുടെ കാലിൻ്റെ 2 വശങ്ങളിൽ പതിപ്പിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ മുന്നിലേ തൊടാൻ പറ്റൂ, ചില ആൾക്കാർക്ക് കാലിൻ്റെ പുറകിലേ പിടിക്കാൻ പറ്റൂ. അപ്പോൾ തലയും താണ് നമ്മുടെ എത്രത്തോളം മുട്ടിനോട് ചേർക്കാൻ പറ്റുമോ, മുട്ടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും ചെയ്യണം. കാൽമുട്ട് ഒരു കാരണവശാലും മടങ്ങാൻ പാടില്ല. എത്ര സമയം നമുക്ക് ആ ശ്വാസം ഇല്ലാതെ, ഉള്ളിൽ വായു ഇല്ലാതെ നിൽക്കാൻ പറ്റുമോ അത്രയും സമയം നിൽക്കുക. എന്നിട്ട് എണീറ്റ് വരിക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നിവർത്തി പിടിച്ചുകൊണ്ട് തന്നെ പുറകോട്ട് വളയുക. നേരെ വരിക. പോയ സ്ഥിതിയിലേക്ക് തന്നെ എത്തിച്ചേരുക. ഇത്രയാണ് ഹസ്താസനത്തിൽ ചെയ്യേണ്ടത്. ഇനി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നട്ടലിന് ഓപ്പറേഷൻ നടത്തിയ ആൾക്കാരുണ്ടാവും, നട്ടലിന് കാര്യമായ തകരാറുകളുള്ള ആൾക്കാരുണ്ടാവും. അവരൊരു കാരണവശാലും ഈ പാദഹസ്താസനം ചെയ്യരുത്. അതുപോലെ തന്നെ ബാലൻസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബാലൻസ് തെറ്റാൻ സാധ്യതയുണ്ട്.
അങ്ങനെ സിവിയറായിട്ടുള്ള ചില പ്രശ്നങ്ങളുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ അവർക്കൊന്ന് ഒരല്പം മുന്നോട്ട് കുനിയാൻ സാധിച്ചു വരും. അവർക്ക് ക്രമേണ ചെയ്ത് അതിനെ റെഗുലറായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഇതുകൊണ്ടുള്ള ഗുണം നമ്മുടെ വയറിന് ചുരുക്കം കിട്ടും, നട്ടെല്ലിൻ്റെ എല്ലാ കശേരുക്കൾക്കും ഗുണം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ് ചില ആൾക്കാർക്ക് തലവേദന. ആ തലവേദന, അതുപോലെ തന്നെ നമുക്ക് ഈ ചെന്നിക്കുത്ത് ഇതുപോലുള്ള അസുഖങ്ങൾ ചില ആൾക്കാർക്ക് ഉണ്ടാകാറുണ്ട്. ഇതിൽ നമ്മുടെ ശരീരത്തിനുള്ള ക്ഷീണം വളരെ പെട്ടെന്ന് മാറാൻ ഇത് സഹായിക്കും. പിന്നെയുള്ള ഒരു പ്രത്യേകത, നമ്മുടെ ശരീരത്തിലെ രക്തഓട്ടം ക്രമീകരിക്കാൻ ഈ പാദഹസ്താസനം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തലവേദന അതുപോലുള്ള നമ്മുടെ ചില പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ ഈ പാദഹസ്താസനം നമ്മളെ സഹായിക്കുന്നുണ്ട്. ചെയ്തു നോക്കുക, അതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് സ്വയം അനുഭവിക്കാൻ പറ്റും. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയൊരു പ്രാണായാമം അനുലോമ വിലോമ. നേരത്തെ നമ്മൾ പറഞ്ഞ ഭസ്ത്രിക, കപാലഭാതി ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറഞ്ഞിരുന്നു, ഹൈ BP ഉള്ള ആൾക്കാർ, അതുപോലെ ശരീരത്തിലെ ചില ഭാഗങ്ങൾക്ക് വല്ല ഓപ്പറേഷൻ, നട്ടലിനൊക്കെ ഓപ്പറേഷൻ നടത്തിയ ആൾക്കാർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അനുലോമ വിലോമ പ്രാണായാമം. ശരിക്കും പറഞ്ഞാൽ സൂര്യഭേദന പ്രാണായാമത്തിൻ്റെയും ചന്ദ്രഭേദന പ്രാണായാമത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണിത്. അപ്പോൾ അത് ചെയ്യുന്ന രീതി ഒന്ന് കണ്ടു നോക്കുക. ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നിവർന്നിരിക്കണം. ഒന്നുകിൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് വജ്രാസനത്തിലാണ്, ആ രീതിയിലിരിക്കുക. പത്മാസനത്തിലിരിക്കാൻ പറ്റുന്നവർക്ക് പത്മാസനത്തിലിരിക്കുക. ഇനി നിലത്തിരിക്കാൻ പറ്റാത്ത ആൾക്കാർക്കും ഇത് ചെയ്യുക. കസേരയിൽ നേരെ ഇരിക്കുക, ചാരി ഇരിക്കരുത്. നമ്മൾ നട്ടൽ നൂർന്ന്, കസേരയുടെ ചരിവിൽ ചാരുന്നതിനൊരു ചരിവുണ്ട്, ആ ചരിവിലിരിക്കാൻ പറ്റില്ല, നട്ടൽ നൂർന്നിരിക്കണം. നമ്മുടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇടത് കൈ ചിന്മുദ്ര, വലത് കൈ വിഷ്ണുമുദ്ര. ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യാറുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് നമുക്ക് ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ വെക്കുക, ഒരു ദീർഘശ്വാസം എടുക്കുക, എന്നിട്ട് ശ്വാസം ഒന്ന് വിടുക. വിട്ടതിന് ശേഷം തമ്പ് കൊണ്ട് വലത് മൂക്ക് ഒന്ന് മെല്ലെ തൊടുക. മൂക്കിൻ്റെ പാലം വളയുന്ന രീതി വേണ്ട, പതുക്കെ ഒന്ന് തൊട്ടാൽ നമ്മുടെ മൂക്കൊന്ന് അടഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. ഇനി ഇടത് മൂക്കിലൂടെ ദീർഘശ്വാസം എടുക്കുക. മോതിര വിരലൂടെ ഉപയോഗിച്ച് രണ്ട് മൂക്കും അടയ്ക്കുക. എന്നിട്ട് ശ്വാസത്തെ ഉള്ളിൽ ഒതുക്കി പിടിക്കുക. പെരുവിരൽ റിലീസ് ചെയ്ത് വലത് മൂക്ക് തുറന്ന് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. എത്ര സമയം കൊണ്ടാണോ ശ്വാസം ഉള്ളിലേക്ക് എടുത്തത്, അതിൻ്റെ ഇരട്ടി സമയമെങ്കിലും എടുത്ത് വേണം ശ്വാസം പുറത്തേക്ക് വിടാൻ. ഇനി ചെയ്യേണ്ടത്, ഈ ബ്ലോക്ക് ഇവിടെ തന്നെ, അതായത് മോതിര വിരൽ കൊണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ആ മൂക്ക് അവിടെ തന്നെ വെച്ചുകൊണ്ട് വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. ഉള്ളിൽ സ്റ്റോർ ചെയ്ത് അവിടെ വെക്കുക. തമ്പ് കൊണ്ടുകൂടെ മൂക്കടച്ച് വെക്കുക. മോതിര വിരൽ റിലീസ് ചെയ്ത് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി ചെയ്യേണ്ടത്, ഇടത് മൂക്കിലൂടെയാണ് ശ്വാസം എടുക്കേണ്ടത്. ബ്ലോക്ക് ചെയ്ത് നിർത്തി തമ്പ് റിലീസ് ചെയ്തു. എക്സെയിൽ സ്ലോലി. വലതുവശത്തൂടെ ശ്വാസം എടുക്കുക, ബ്ലോക്ക് ചെയ്യുക. മോതിര വിരൽ റിലീസ് ചെയ്ത് എക്സെയിൽ സ്ലോലി. ഇത് ഒരു 10-15 തവണ, എത്രത്തോളം നമുക്ക്
ബുദ്ധിമുട്ട് ഒന്നും വരാത്ത രീതിയിൽ എത്ര തവണ ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പ്രാണായാമത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിരുന്നു. ആ ഗുണങ്ങളൊക്കെ ഇതിന് കിട്ടും. മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിനെ ജെർക്ക് ചെയ്യുന്ന രീതിയിലുള്ള പ്രാണായാമം ചെയ്യുമ്പോൾ കുറേ കൂടെ എഫക്റ്റ് കിട്ടും. പക്ഷേ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാണായാമമാണ് അനുലോമ വിലോമ പ്രാണായാമം ഇപ്പോൾ ചെയ്തത്. കഴിഞ്ഞ വീഡിയോ ചെയ്ത അവസാനം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും പിന്തുണയുമാണ് എൻ്റെ ഈ ഒരു എഫേർട്ടിന് ഗുണം ചെയ്യുക. അതുകൊണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ നമ്മുടെ ഈ ഇതിൽ തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്തേ.